ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോണത് നമ്മുടെ തേർഡ് സ്റ്റാൻഡേർഡിൻ്റെ എൻവിയോൺമെൻറ്റൽ സയൻസാണ് നമ്മൾ നോക്കാൻ പോണത്. സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇത് കാണാത്തവർ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് എന്താ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 7th ചാപ്റ്റർ ആയിട്ടുള്ള ഏതാണ്, ഓൺ കളർഫുൾ വിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോണത്. ഓൺ കളർഫുൾ വിങ്സ്. Wow, butterflies! Appu ran to the garden, a pretty butterfly sucking honey from a flower. Seeing Appu tiptoeing behind it, his father said, "Dear Appu, don't catch it. Its wings will be hurt." "Papa, what is the name of the butterflies?" "This pretty butterfly is Vilasini. Her name is similar to our names." Appu, did you see a yellow butterfly on that flower?" "It is Manya Papati." "Manya Papati? Oh, nice name. There are many butterflies like them in our place, and they have wonderful names too." എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോൺവെർസേഷൻ തൊട്ടിട്ടാണ് അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. വാവ്, ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട് അപ്പു ബട്ടർഫ്ലൈസിൻ്റെ അടുത്തേക്ക്, ബട്ടർഫ്ലൈസ് കണ്ടിട്ടില്ലേ, ബട്ടർഫ്ലൈസിൻ്റെ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈസ് ഹണി സക്ക് ചെയ്യുക, ഫ്ലവേഴ്സിൽ നിന്നൊക്കെ ഹണി എടുക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് കണ്ടിട്ട് അതിൻ്റെ ചുറ്റും നടക്കണം കണ്ടപ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിച്ചു, "ഡിയർ അപ്പു, ഡോണ്ട് ക്യാച്ച് ഇറ്റ്. അതിനൊന്നും പിടിക്കരുത്. അതിൻ്റെ വിങ്സ് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിങ്സ് എന്താണ് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് അത് ഹേർട്ടാവും" എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പപ്പു ഈസ് ദ നെയിം ഓഫ് ബട്ടർഫ്ലൈ. ദ പ്രിറ്റി ബട്ടർഫ്ലൈ ഇസ് നെയിം ഈസ് വിലാസിനി. അവിടെ കണ്ട ബട്ടർഫ്ലൈയുടെ പേരാണ് വിലാസിനി. പിന്നെ ഒരു മഞ്ഞ കളർ ബട്ടർഫ്ലൈനെ കാണാം, അതിനെ പറയുന്നതാണ് മഞ്ഞ പപ്പാത്തി. ഓക്കെ. ഹൗ ബ്യൂട്ടിഫുൾ ആർ ദീസ് ഫ്രണ്ട്സ് ഹു റാഷ് ടു ദ ഫ്ലവേഴ്സ് ടു സക്ക് ഹണി. ഹൗ ഡസ് ആർ ദ ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് അറൗണ്ട് us. കുറേ ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഗൗരുഡശലഭം ശലഭമുണ്ട്. പിന്നെ അതേപോലെ രത്തനനീലി, ഗ്രൗഡശലഭം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ സീൻ ഇൻ അവർ കൺട്രി. രത്തനനീലി ഈസ് ദ സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ. രത്തനനീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ബട്ടർഫ്ലൈയും, അതേപോലെ ഗ്രൗഡശലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ്ഗസ്റ്റ് ബട്ടർഫ്ലൈയും ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച്, ഗരുഡശലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ആണെന്നും രത്നനീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ ആണെന്നും മനസ്സിലാക്കാം. ഓക്കെ. Let us observe. Wrap with the mosquito net that part of branch where the leaf with the butterfly's eggs. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർഫ്ലൈസിൻ്റെ എഗ്സ് എങ്ങനെയാണെന്ന് പറയാം. അതിൻ്റെ ലീഫിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് നമ്മളെ ബട്ടർഫ്ലൈസിൻ്റെ എഗ്ഗിനെ നമുക്ക് കാണാം. നമ്മൾ ചില ലീവ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്തിട്ട് കാണും. അപ്പോൾ അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞി പോലെ അതിൻ്റെ എഗ്സിനെ കാണാൻ പറ്റും. ഓക്കെ. വെറൈറ്റി ഓഫ് സ്മോൾ ബട്ടർഫ്ലൈസ് ലീവ് ഫോർ എ പീരീഡ് ഫോർ 2 weeks or 3 weeks, and the bigger one for a period from 3 weeks to 20 weeks. The lifespan of our striped tiger butterfly is around 9 weeks. എന്ന് പറഞ്ഞാൽ കുറേ വെറൈറ്റി ഓഫ് സ്മോൾ ബട്ടർഫ്ലൈസ് 2 വീക്കും 3 വീക്കും അതിന് മുകളിൽ 3 വീക്കും 12 വീക്കൊക്കെ ഇതാക്കുന്നു. പക്ഷെ നമ്മുടെ സ്ട്രിപ്ഡ് ടൈഗർ പറഞ്ഞിട്ടൊരു ബട്ടർഫ്ലൈ ഉണ്ട്. ആ ബട്ടർഫ്ലൈന് 9 വീക്സ് ജീവിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ജീവിക്കാൻ പറ്റുന്നത് സ്ട്രിപ്ഡ് ബട്ടർഫ്ലൈസിനാണ്. ഓക്കെ. നമ്മളുടെ സറൗണ്ടിങ്ങിൽ കാണുന്ന ബട്ടർഫ്ലൈസിൻ്റെ നെയിം ഓഫ് ദ ബട്ടർഫ്ലൈയുടെ പേര് എഴുതുക. ഐ സോ ദ ബട്ടർഫ്ലൈ ഓൺ ഡേറ്റ് എഴുതുക. പ്ലേസ് എവിടുന്നാണ് നമ്മൾ കണ്ടതെന്ന് എഴുതുക. എത്ര എണ്ണം കണ്ടു എന്ന് എഴുതുക. ദ പ്ലാന്റ് ഓൺ വിച്ച് ദ ബട്ടർഫ്ലൈ വാസ് സീൻ. ഏത് പ്ലാന്റിലാണ് ആ ബട്ടർഫ്ലൈ കണ്ടതെന്നും എഴുതുക. ഇങ്ങനെ ഒരു ഡയറി നമ്മൾ ഉണ്ടാക്കുക. ഡയറി എന്ന് പറഞ്ഞൊരു പേജ്. ഇങ്ങനെ കുറേ കളക്ഷൻസ് ഓഫ് ദ ബട്ടർഫ്ലൈസ് ആണ്. ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഏതാണ്? നമ്മളുടെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആണ്
ഗരുഡശലഭം അതേപോലെ രത്തനനീലി ഇസ് എ സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ. ഓക്കെ, ബട്ടർഫ്ലൈനെ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളതാണ് ഇതൊക്കെ. ഓക്കെ.